കാഴ്ചാപരിമിതികൾ അതിജീവിച്ച് കുട്ടികളുടെ കുഞ്ഞു സ്വപ്നങ്ങൾക്ക് പോലും ജീവൻ നൽകിയ അധ്യാപകനായിരുന്നു വാൽപ്പാറ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ മജീദ് മാഷ്. ജീവിതയാത്രയിൽ കൈപിടിച്ച് നടത്തിയ ഭാര്യ റുഖിയയും അവസാന യാത്രയിൽ മാഷിനൊപ്പമുണ്ടായിരുന്നു. പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരും മുൻപാണ് മടക്കം. എൻ്റെ കുട്ടികൾ പോയിക്കുന്നത് ഞങ്ങളെല്ലാവരും സാമ്പത്തികമായിട്ട് മോശമുള്ളവരായിരുന്നു. ഓനക്ക് ജോലി കൊണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ. ഞങ്ങൾക്ക് ഇനി ഒന്നും ഇതിനെ പറ്റി എനിക്ക് അപ്പുറം ഞങ്ങൾക്കൊന്നും വരാനില്ല. കുട്ടികൾക്ക് പാട്ടുപാടി കഥകൾ പറഞ്ഞു നൽകുന്ന പ്രിയപ്പെട്ട മാഷ്. 7 സഹോദരിമാർക്കുള്ള ഏക സഹോദരൻ, കുടുംബത്തിന്റെ അത്താണി. കാഴ്ചപരിമിതിയുണ്ടെങ്കിലും അകക്കണ്ടുകൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മനുഷ്യൻ, അതാണ് മജീദ് മാഷ്. എന്തെങ്കിലും സ്കൂളിൽ പ്രോഗ്രാം, സ്പെഷ്യലായിട്ട് പ്രോഗ്രാം, ഉദ്ഘാടന സെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാഷ് ഒരു പാട്ടുണ്ടാവും. മജീദ് മാഷ് പാട്ട് പാടിയിട്ട് കുട്ടികളെ കയ്യിലെടുക്കും. അതുപോലെ തന്നെ മാഷ് വൈഫ് ഏത് സമയത്തും മാഷ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് വരുന്ന ഒരു രംഗം. അപ്പോൾ മാഷ് എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു, പക്ഷേ തളർന്നില്ല, പോരാടി. സ്വപ്നം പോലെ ഒരു വീട് നിർമ്മിച്ചു. മാഷ് പറഞ്ഞു, ഞാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയണം. അപ്പോൾ നിങ്ങളത് വന്ന് കണ്ടിട്ട് എന്നോട് പറയുമ്പോഴാണ് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എനിക്ക് കാണാൻ കഴിയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ വരുന്ന സമയത്ത് അവിടെ വരണം. ആ വീട് ഒരു ഭയങ്കര സ്വപ്നമായിരുന്നു. അവിടെ ആ ഭാഗത്തിരുന്ന് അവർ ചെറിയൊരു വീടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു വീട് അവരൊരു സ്വപ്നമായിരുന്നു. കേവലം ഒരു 3 മാസമാണ് കഷ്ടിച്ച് വീട്ടിൽ ഇവർക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടിയത്. പുതിയ വീട് ഇപ്പോൾ അടുത്തുണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ ഒരുപാട് പ്രതീക്ഷയിൽ അത് ഉണ്ടാക്കി അതിൽ താമസിക്കാൻ അവർക്കൊരു ഇത് കിട്ടിയില്ല. പറയാതെ അണഞ്ഞുപോയ ആ നാടിന്റെ കുടുംബത്തിന്റെ വെളിച്ചമാണ് മജീദ് മാഷ്. പാങ്ങിലെ പള്ളിപ്പറമ്പ് GLP സ്കൂളിൽ ഇനിയും ആ വെളിച്ചം പ്രകാശിക്കും, ആശയങ്ങളുടെ രൂപത്തിൽ. റിപ്പോർട്ടർ, മലപ്പുറം.